നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെ മസാജ് സെന്ററുകൾ പീഡന കേന്ദ്രങ്ങളാകുന്ന വാർത്ത അനവധി പുറത്തേക്ക് വന്നതാണ്. അത്തരം കേന്ദ്രങ്ങളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നവർ മൂലമാണ് ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇതിൽ നിരവധി മലയാളികളും ഉൾപ്പെടുന്നു. ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. 15 വയസ്സുള്ള ബംഗ്ലാദേശ് സ്വദേശിയായ പെൺകുട്ടിയെ ചതിച്ച് ദുബായിൽ എത്തിക്കുകയും മസാജ് സെന്ററിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ കോടതി ശിക്ഷ വിധിച്ചു. 36 വയസ്സുള്ള ബംഗ്ലാദേശ് പൗരന് 8 വർഷത്തെ തടവാണ് ദുബായ് പ്രാഥമിക കോടതി വിധിച്ചത്. പീഡനത്തിനായി 3 വർഷം, മനുഷ്യക്കടത്തിന് 5 വർഷം എന്നിങ്ങനെയാണ്. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ നാടുകടത്തുകയും ചെയ്യുന്നതായിരിക്കും. സോഡയിൽ മദ്യം കലർത്തി പെൺകുട്ടിക്ക് നൽകിയാണ് പ്രതികൾ പീഡനത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ വർഷം പെൺകുട്ടിയുടെ അമ്മായിയാണ് ഇവരെ UAE കൊണ്ടുവന്നത് പോലും. ഇതേ തുടർന്ന് മസാജ് സെന്ററിൽ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയായിരുന്നു. മസാജിന് ശേഷം ഇടപാടുകാരെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ വീട്ടുതടങ്കലിൽ ഇടുമെന്നും തിരികെ നാട്ടിലേക്ക് പറഞ്ഞുവിടുമെന്നും അമ്മായി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. പ്രതിയായ വ്യക്തിയെ അമ്മായിയാണ് പരിചയപ്പെടുത്തിയത്. അയാൾക്ക് എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞു. എന്നാൽ അയാളുമായി ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്നെ നിർബന്ധിച്ച് ഒരു നിശാ ക്ലബിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് എനിക്കൊരു സോഡ തന്നു. അതിൽ മദ്യം ചേർത്തിരുന്നുവെന്ന് അറിയില്ലായിരുന്നു. സോഡ കഴിച്ച ശേഷം എനിക്ക് ബാലൻസ് നഷ്ടമാക്കാൻ തുടങ്ങി. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നീട് ഞാൻ എണീക്കുമ്പോൾ അയാളുടെ മുറിയിലാണ്. ഇരയായ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. പിന്നീടാണ് 36 വയസ്സുള്ള ബംഗ്ലാദേശ് പൗരൻ തന്നെ പീഡിപ്പിച്ചതെന്ന് വ്യക്തമായത് പോലും. ഇയാളുമായി തുടർന്നും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അയാൾക്കൊപ്പം നിൽക്കുകയും ചെയ്താൽ പഠിക്കാൻ ആവശ്യമായ പണം അയാൾ നൽകുമെന്നും അമ്മായി പറഞ്ഞു. 1 മാസത്തിന് ശേഷം അമ്മായിയെ പെൺവാണിപ്പത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സമയത്താണ് ഇരയായ പെൺകുട്ടി പ്രതിയിൽ നിന്നും രക്ഷപ്പെട്ടത്. പ്രതിയായ ബംഗ്ലാദേശ് പൗരൻ തന്നെ മസാജ് സെന്ററിൽ ഉപയോഗിച്ചിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. അയാൾ ഭക്ഷണവും വെള്ളവും നൽകാതെ കഷ്ടപ്പെടുത്തിയിരുന്നു. ബെൽറ്റ് ഉപയോഗിച്ച് അടിക്കുകയും ചെയ്തിരുന്നുവെന്ന് പെൺകുട്ടി പറയുകയുണ്ടായി. അമ്മായി ജയിലിലായ ശേഷം 2019 ഓഗസ്റ്റിൽ പ്രതി പെൺകുട്ടിയെയും കൊണ്ട് മറ്റൊരു മസാജ് സെന്ററിലേക്ക് പോയി. ഇവിടെ വെച്ച് സ്വദേശിയായ ഒരു യുവതിയെ പെൺകുട്ടി പരിചയപ്പെട്ടു. തന്റെ ശരീരത്തിലെ മുറിവുകൾ കാണിച്ചു കൊടുക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ സ്വദേശി യുവതിയാണ് പെൺകുട്ടിയെ രക്ഷപ്പെടാൻ സഹായിച്ചത്. അൽക്വൈസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് എത്തി രക്ഷിക്കുകയുമായിരുന്നു. ദുബായ് പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കി ശിക്ഷ വിധിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.